ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്സ്. അതിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് പറയുന്നത് കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും. മൊത്തം 20 മാർക്കിൽ 5 മാർക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ജയിൽ വകുപ്പിൻ്റെ ഘടനയും പ്രവർത്തന രീതിയും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചരിത്രമൊക്കെ അറിയണം. ജയിൽ വകുപ്പിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ എന്തുണ്ടായിരുന്നു? ജയിൽ വകുപ്പുകൾ, ജയിലുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1956 ശേഷമാണ് ശരിക്കും കേരള ജയിൽ വകുപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു മൊത്തത്തിലൊരു സ്ട്രക്ചർ മാറുന്നത്. അതിനു മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും അതുപോലെ തന്നെ മദ്രാസുമായിട്ടൊക്കെ വിഭജിച്ച് കിടന്ന ജയിൽ വകുപ്പിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1862-63 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1862-63 കാലഘട്ടത്തിലാണ് ആദ്യമായി ഒരു ജയിൽ ഭരണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പഠിച്ച് ഇങ്ങനെ വായിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോയിന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ. ഓക്കെ, അപ്പം ആദ്യ ജയിൽ ഭരണ റിപ്പോർട്ട് 1861, 62, 63 കാലഘട്ടത്തിലാണ് വരുന്നത്. അന്ന് ദിവാനായിരുന്നത് ആരായിരുന്നു? ടി മാധവറാവു ദിവാനായിരിക്കുന്ന സമയത്താണ്. ഓക്കെ ആണല്ലോ. ആ റിപ്പോർട്ട് പ്രകാരം തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും ഏതൊക്കെ ജയിലുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തിരുവനന്തപുരത്ത് ഫോർട്ടിൽ ഒരു പ്രിൻസിപ്പൽ ജയിലുണ്ടായിരുന്നു തിരുവനന്തപുരം ഫോർട്ടിൽ. രണ്ടാമത് കൊല്ലത്തും ആലപ്പുഴയുമായിട്ട് ഡിവിഷണൽ ജയിലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് കൂടാതെ ജില്ലാ കോടതികൾ അനുബന്ധിച്ച് എന്തുണ്ടായിരുന്നു? സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് ഫോർട്ടിൽ ഒരു പ്രിൻസിപ്പൽ ജയിൽ ഉണ്ടായിരുന്നു. കൊല്ലത്തും ആലപ്പുഴയും ഡിവിഷണൽ ജയിലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ കോടതികളോട് സംബന്ധിച്ച് എന്തുണ്ടായിരുന്നു? സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ, ഇതൊക്കെയാണ് പ്രധാന ജയിലുകൾ ഉണ്ടായിരുന്നത്. അതിൽ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് ഒരു പ്രിൻസിപ്പൽ ജയിൽ ഉണ്ടായിരുന്നു. 1861 തിരുവിതാംകൂറിൻ്റെ സൈന്യമായിട്ടുള്ള നായർ ബ്രിഗേഡിൻ്റെ പഴയ ബാരക്കിലൊരു പ്രിൻസിപ്പൽ ജയിൽ. അതാണ് നമ്മൾ ഈ പറയുന്ന ഫോർട്ടിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജയിലുകൾ. ക്ലിയർ ആണല്ലോ. ആ ജയിൽ 1861 തൊട്ടേ ഉണ്ട്. അത് 73 ആയപ്പോഴേക്കും ഒരു സെൻട്രൽ ജയിലായിട്ട് മാറി. 1864 പ്രിൻസിപ്പൽ ജയിൽ 73 സെൻട്രൽ ജയിലായി മാറി. അങ്ങനെ 73 സെൻട്രൽ ജയിലായത് 1886 ആകുമ്പോഴേക്കും പൂജപ്പുരയിലേക്ക് മാറ്റി. നമുക്കറിയാം, ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിൽ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നത് 1886. അപ്പോൾ വർഷങ്ങൾ എന്താണെന്ന് നോക്കുക, എന്താണ് കാര്യമെന്ന് പഠിക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കുക, 81 ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജയിൽ 73 സെൻട്രൽ ജയിലായി മാറുന്നു. സെൻട്രൽ ജയിലായിരുന്നതിനെ 1886 ഫോർട്ടിലായിരുന്നു ആ പറയുന്ന പ്രിൻസിപ്പൽ ജയിൽ ഉണ്ടായിരുന്നത്. 73 സെൻട്രൽ ജയിലായി. 86 പൂജപ്പുരയിലേക്ക് ഈ സെൻട്രൽ ജയിൽ മാറുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ 86 തന്നെ വ്യാവസായിക പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും തടവുകാരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ പുതിയ പരിഷ്കാരങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. 86 ആയിരുന്നപ്പോൾ പൂജപ്പുരയിലേക്ക് മാറ്റുമ്പോൾ വ്യാവസായിക പ്രവർത്തനം, അതായത് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ജയിൽ ചപ്പാത്തിയൊക്കെ വാങ്ങാറില്ലേ എന്ന് പറയുന്നത് പോലെ അവർക്ക് വ്യാവസായികമായിട്ട് മെച്ചപ്പെടുന്ന അല്ലെങ്കിൽ കൂലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ചെറിയ ചെറിയ വ്യാവസായിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? പൂജപ്പുരയിലായിരുന്ന സമയത്ത് തൊട്ടേ ആരംഭിച്ചു. അത് 86 തന്നെ അത് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്? തടവുകാരുടെ ഒക്കെ ഒരു അവസ്ഥ കുറച്ചും കൂടി മെച്ചപ്പെടും. അവർ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുന്നു, അതിനൊരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു. അത്തരത്തിലൊരു സംവിധാനം 1886 തൊട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പൂജപ്പുരയിൽ ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് 1890 ആയപ്പോഴേക്കും സംസ്ഥാനത്തെ ഭരണാധികാരി നിരാലംബരായ തടവുകാർക്ക് വീട്ടിലെത്താൻ പണം അനുവദിച്ചു. ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന നിരാലംബരായിട്ടുള്ള തടവുകാർക്ക് ഒരു തുക, അതായത് വീട്ടിലെത്താൻ വേണ്ടി കുറച്ച് പണം സംസ്ഥാനത്തെ ഭരണാധികാരി നൽകണമെന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. ഏത് വർഷം? 1890. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചത് ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ഓക്കെ, പിന്നീട് 1904 ആയപ്പോഴേക്കും 1890 ശേഷം പിന്നെ നമ്മൾ പറയുന്നത് 1904 ആണ്. ആ സമയത്താണ് സ്ത്രീ തടവുകാർക്കായി ഒരു പ്രത്യേക ബ്ലോക്ക് തന്നെ നിർമ്മിച്ചു.
1904 എന്ത് സംഭവിച്ചു? സ്ത്രീ തടവുകാർക്കായിട്ട് എന്ത് ചെയ്തു? പ്രത്യേകം ബ്ലോക്ക് നിർമ്മിക്കുകയുണ്ടായി. ഇത് തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കുറ്റവാളികളുടെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കീഴിലാക്കി. ഈ പറയുന്ന തടവുകാരുടെയൊക്കെ മെഡിക്കൽ, അതായത് നമ്മുടെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആരുടെ കീഴിലാക്കി? ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കീഴിലാക്കി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ജയിലിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് തിരുവിതാംകൂറും കൊച്ചിയും അതുപോലെ തന്നെ മദ്രാസിലും എന്തൊക്കെയായിരുന്നു അവസ്ഥ, പിന്നീടാണ് നമ്മൾ കേരളത്തിലേക്ക് വരുന്നത്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. തിരുവനന്തപുരത്ത് റിപ്പോർട്ട്, ആദ്യത്തെ ജയിൽ ഭരണ റിപ്പോർട്ട് വരുന്നത് ടി മാധവറാവുവിൻ്റെ കാലത്താണ്. 62 വർഷങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് പ്രധാനപ്പെട്ട ജയിലുകൾ ഏതൊക്കെയായിരുന്നു? തിരുവനന്തപുരത്തൊരു പ്രിൻസിപ്പൽ ജയിലുണ്ടായിരുന്നു. കൊല്ലത്തും ആലപ്പുഴയുമായിട്ട് എന്തുണ്ടായിരുന്നു? ഡിവിഷണൽ ജയിലുകൾ. അതുപോലെ തന്നെ ജില്ലാ കോടതികളോടനുബന്ധിച്ച് എന്തുണ്ടായിരുന്നു? സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എന്താ പറഞ്ഞത്? 1861 നായർ ബ്രിഗേഡിന്റെ പഴയ ബാരക്കിൽ എന്തുണ്ടായിരുന്നു? അതാണ് ഫോർട്ടിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജയിൽ എന്ന് പറയുന്നത്. 73 ആയപ്പോഴേക്കും അത് എന്ത് സംഭവിച്ചു? സെൻട്രൽ ജയിലായി മാറി. 1886 ഈ സെൻട്രൽ ജയിലിന്റെ സ്ഥാനം എവിടേക്ക് മാറ്റി? പൂജപ്പുരയിലേക്ക് വന്നു. അവിടെ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വ്യവസായ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നു. പിന്നീട് 1890 എന്ത് സംഭവിച്ചു? നിരാലംബരായിട്ടുള്ള തടവുകാർക്ക് ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു? പണം നൽകുന്നതിനായി സംസ്ഥാന ഭരണാധികാരി ഈ പറയുന്ന പണം അനുവദിച്ചു തുടങ്ങിയത് 1890. പിന്നെ നമ്മൾ പറഞ്ഞ വർഷം 1904. ഈ സമയത്താണ് സ്ത്രീ തടവുകാർക്കായി ഒരു പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ ക്ലിയർ ആണ്, ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്തിൽ പഠിക്കുള്ളൂ? തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുള്ളൂ. ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോവാം. കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ജില്ലാ കോടതികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയിലുകളും ജില്ലാ കോടതികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ജില്ലാ ജഡ്ജിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പറയുന്ന ജയിലുകൾ. ജില്ലാ ജഡ്ജിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അവിടുത്തെ പ്രധാന ജയിലുകൾ ഒന്നെന്ന് പറയുന്നത് എറണാകുളം സെൻട്രൽ ജയിൽ. 1890 ആരംഭിച്ചിട്ടുള്ള എറണാകുളം സെൻട്രൽ ജയിലാണ് അവിടുത്തെ പ്രധാന ജയിലെന്ന് പറയുന്നത്. അത് എറണാകുളത്തും തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലുള്ള ചെറിയൊരു ജയിലും കൂടി ചേർന്നുകൊണ്ടാണ് 1890 എന്താരംഭിച്ചിട്ടുള്ളത്? എറണാകുളത്ത് സെൻട്രൽ ജയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഒന്നും കൂടി നോക്കുക. പ്രധാനം ഉൾപ്പെട്ട ജയിലുകൾ ഏതൊക്കെയായിരുന്നു? എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ജയിലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിൽ ഒരു ചെറിയ ജയിലുണ്ടായിരുന്നു. ഇതിനെ മൂന്നും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടായി? 1890 എറണാകുളത്ത് സെൻട്രൽ ജയിൽ നിലവിൽ വരുന്നു. അപ്പോൾ അത് പ്രധാനപ്പെട്ട കൊച്ചിയിലുണ്ടായിരുന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ജയിലാണ്. ഇവിടെ 1890 എറണാകുളം സെൻട്രൽ ജയിൽ വരുന്നു. പിന്നീട് 92 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് സർവീസിലെ മിസ്റ്റർ റോബിൻസൺ, അന്നത്തെ സീനിയർ ആയിരുന്ന മിസ്റ്റർ റോബിൻസൺ എറണാകുളം സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. ജയിലിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടപടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജയിലിന്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനായി ജയിൽ സൂപ്രണ്ടായിട്ട് ആരെ നിയമിച്ചു? റോബിൻസൺ എന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട്? 1892 എന്ത് ചെയ്യാണ്? നിയമിച്ചിട്ടുണ്ട്. പിന്നീട് 1914 വർഷത്തിൽ ഈ പറയുന്ന എറണാകുളം സെൻട്രൽ ജയില് വിയ്യൂരിലേക്ക് മാറ്റുന്നു. വിയ്യൂരിലേക്ക് മാറ്റുകയാണ്. 1914 എന്ത് ചെയ്യാണ്? എറണാകുളം സെൻട്രൽ ജയിൽ നേരെ എവിടേക്ക് കൊണ്ടുപോവാണ്? വിയ്യൂരിലേക്ക് മാറ്റുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിചാരണ തടവുകാരും അതുപോലെ തന്നെ 1 മാസമോ അതിൽ താഴെ ശിക്ഷയുള്ള തടവുകാരെയും പാർപ്പിക്കാനായിട്ട് 7 സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 1914 ഈ പറയുന്ന സെൻട്രൽ ജയിൽ എന്ത് ചെയ്യാണ്? നേരെ വിയ്യൂരിലേക്ക് മാറ്റുന്നു. 1 മാസത്തിൽ താഴെയൊക്കെ ഉള്ള തടവ് ലഭിക്കുന്ന ആൾക്കാർ, വിചാരണ തടവുകാരെയൊക്കെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ 7 സബ് ജയിലുകൾ എവിടെ ഉണ്ടായിരുന്നു? കൊച്ചിയിലുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇവിടെ ഈ കൊച്ചിയിലൊരു പ്രത്യേകത, ഇവിടുത്തെ തടവുകാരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തടവ് കാലത്ത് വിയ്യൂരിലേക്ക് മാറ്റുമ്പോൾ തടവ് കാലത്ത് എല്ലാ തടവുകാരെയും ചങ്ങലകളിൽ അടച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെ വ്യവസായ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഓക്കെ, അപ്പം എന്താണ് നമ്മൾ സെൻട്രൽ ജയിലിൽ നേരെ വിയൂരിലേക്ക് പോകുന്നു. അവിടെ തടവുകാരെന്തുണ്ടായിരുന്നു, തടവുകാർക്ക് ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അവർക്ക് അങ്ങനെ വേറെ വ്യവസായ പ്രവർത്തനങ്ങളൊന്നുമില്ല. പക്ഷെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്ന സമയത്ത് എന്തായിരുന്നു, ഇവരെ ജയിലിന് പുറത്ത് മറ്റു പണികൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പൊതുനിരത്തിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ കൊട്ടാരങ്ങളിലൊക്കെ വൃത്തിയാക്കാനും തൂത്തു തുടയ്ക്കാനും ഒക്കെ ജയിലിലെ തടവുകാരെയൊക്കെ കൊണ്ടുപോയിരുന്നു. പുതിയ റോഡുകളൊക്കെ നിർമ്മിക്കുന്നതിനുമൊക്കെ ഈ തടവുകാരെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യവസായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ വിയ്യൂരിലേക്ക് മാറ്റുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വ്യവസായ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കെടുപ്പിച്ചിരുന്നില്ല. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന ജയിലുകളുടെ സുരക്ഷാ ചുമതല നിർവഹിച്ചിരുന്നത് എറണാകുളം തൃശ്ശൂരത്തും താമസമാക്കിയിട്ടുള്ള ബ്രിട്ടീഷ് ശിപായികളായിരുന്നു. ബ്രിട്ടീഷ് ശിപായിമാരായിരുന്നു ഈ പറയുന്ന എറണാകുളത്തെയും തൃശ്ശൂരെയും ജയിലിൻ്റെ സുരക്ഷാ ചുമതലകളൊക്കെ നിർവഹിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയേണ്ടതാണ്. കൊച്ചിയിലെ പ്രധാന ജയിലായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, 1890 എന്താണ്, എറണാകുളം സെൻട്രൽ ജയിലാണ്. എറണാകുളവും തൃശ്ശൂരും ഉണ്ടായിരുന്ന വലിയ ജയിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലെ ഒരു ചെറിയ ജയിലും കൂടി ചേർന്നിട്ടാണ് നമ്മൾ 1890 എറണാകുളം സെൻട്രൽ ജയിൽ വരുന്നത്. അങ്ങനെ ആ ജയിലിൻ്റെ സൂപ്രണ്ടായിട്ട് 1892 ബ്രിട്ടീഷ് സർവീസിലെ മിസ്റ്റർ ആരെ നിയമിച്ചു, റോബിൻസണിനെ നിയമിക്കുന്നു. പിന്നീട് 1914 ഈ സെൻട്രൽ ജയിൽ എവിടേക്ക് മാറ്റുന്നു, വിയ്യൂരിലേക്ക് മാറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തിരുവിതാംകൂർ പറഞ്ഞു, കൊച്ചി പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മദ്രാസിലേക്ക് പോവാം. മലബാർ ഏരിയയിൽ, മദ്രാസ് പ്രവിശ്യയിൽ ബ്രിട്ടീഷ് മലബാറിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അവിടെ കേരള സംസ്ഥാന പുനഃസംഘടനാ കാലത്ത് മലബാർ 3 തരം ജയിലുകൾ ഉണ്ടായിരുന്നു. മലബാറിൽ 3 തരം ജയിലുകൾ ഉണ്ടായിരുന്നു. ഒന്ന് 1869 സ്ഥാപിച്ച കണ്ണൂർ സെൻട്രൽ ജയിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1861 പഴക്കം ചെന്ന ജയിലാണ്. 1861 കോഴിക്കോടിൻ്റെ സബ് ജയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു 20 സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും എന്തുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് മലബാർ ഭാഗത്തുണ്ടായിരുന്ന പ്രധാന ജയിലുകൾ. കണ്ണൂരിൽ ഒരു സെൻട്രൽ ജയിൽ 1869 കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. അതുപോലെ തന്നെ 1861 സ്ഥാപിതമായ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലുണ്ട്. അതുകൂടാതെ 20 സബ് ജയിലുകൾ കൂടി എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ബ്രിട്ടീഷ് മലബാറിലുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ബ്രിട്ടീഷ് മലബാറിൽ ഉണ്ടായിരുന്നത് 3 തരം ജയിലുകളായിരുന്നു. സെൻട്രൽ ജയിലുണ്ടായിരുന്നു, സ്പെഷ്യൽ സബ് ജയിലുണ്ടായിരുന്നു. ഇത് കൂടാതെ എന്തുണ്ടായിരുന്നു, ഒരു 20 സബ് ജയിലുകൾ ഉണ്ടായിരുന്നു. ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വനിതാ ബ്ലോക്ക് ആക്കുകയും മദ്രാസ് സംസ്ഥാനത്ത് നിന്നുള്ള വനിതാ തടവുകാരെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. മദ്രാസ് ജയിലിലുണ്ടായിരുന്ന വനിതാ തടവുകാരെ ഒക്കെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വനിതാ ബ്ലോക്ക് സ്ഥാപിച്ചു. പിന്നീട് നമ്മുടെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇത് സംഭവിക്കുന്നത്. 1869 കണ്ണൂർ സെൻട്രൽ ജയിൽ, ആ സെൻട്രൽ ജയിലിൽ ഒരു വനിതാ ബ്ലോക്ക് നിർമ്മിക്കുന്നു. ആ വനിതാ ബ്ലോക്കിലേക്ക് മദ്രാസിൽ നിന്നുള്ള വനിതാ തടവുകാരെ കൊണ്ട് പാർപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി 1861 രൂപം കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ ജില്ലാ ജയിലാവുന്നത് 1969 1969 ജില്ലാ ജയിലാവും. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ എന്താവുന്നു, ജില്ലാ ജയിലായി മാറുന്നത് 1969 ക്ലിയർ ആണല്ലോ. അപ്പം പ്രധാനപ്പെട്ട ജയിലുകൾ ഏതൊക്കെയാണ് ബ്രിട്ടീഷ് മലബാറിലെ നമ്മൾ നോക്കുന്നു. അവിടെ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869 അവിടെ ഒരു വനിതാ ബ്ലോക്ക് നിർമ്മിച്ച് മദ്രാസിൽ നിന്നുള്ള വനിതാ തടവുകാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. 1861 ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1961 എന്തായി മാറുന്നുണ്ട്, ജില്ലാ ജയിലായിട്ട് മാറുന്നുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ ഉണ്ടെന്നറിയാം. കണ്ണൂരിലെ ഒരു ബോസ്റ്റർ സ്കൂൾ ആരംഭിക്കുകയാണ്. പാളയംകോട്ട ബോസ്റ്റർ സ്കൂള് മലയാളികളായിട്ടുള്ള അന്തേവാസികളെ കണ്ണൂർ ജയിലിൽ കൊണ്ടുവരികയാണ്. ബോസ്റ്റർ സ്കൂൾ എന്ന് പറയുന്നത് 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള ആളുകളെയൊക്കെ പാർപ്പിക്കുന്ന ഇടമാണ്. അപ്പം അത്തരം കുറ്റവാളിയൊക്കെ പാർപ്പിക്കുന്ന ഇടമാണ്. അത് ആദ്യം പാളയംകോട്ടയിലായിരുന്നു. പാളയംകോട്ടയിൽ നിന്ന് എന്താ വരുന്നത്, കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് വരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കണ്ണൂരിൽ ഒരു പുതിയ ബോസ്റ്റർ സ്കൂള് ആരംഭിച്ചു. ക്ലിയർ ആണല്ലോ. അപ്പം ഇത് മലബാർ പ്രദേശത്ത് നടക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മുടെ ബ്രിട്ടീഷ് മലബാറിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കോഴിക്കോട്
കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1861 കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? 1861 സ്ഥാപിച്ചിട്ടുള്ള കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തെ ആദ്യത്തെ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. എന്നാണ് രൂപീകരിച്ചത്? 1869. ആ വർഷങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഈ 2 പോയിന്റുകൾ നമ്മൾ ഓർക്കുക. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അത് 1869 സ്ഥാപിതമായതാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതുപോലെ തന്നെ മലബാറുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതിന് ശേഷമാണ് ഇത് മൂന്നും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കേരളം രൂപീകരിച്ച സമയത്ത് എന്ത് ഫോം ചെയ്യുന്നത്? കേരള ജയിൽ വകുപ്പ് എന്ന രീതിയിലേക്ക് ഇത് മാറുന്നത്. അങ്ങനെ 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. ഈ 3 വ്യത്യസ്ത സംവിധാനങ്ങളെയും കൂടി ഒരുമിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും കേരളത്തിൽ പുതിയ സംസ്ഥാന കീഴിൽ 3 സെൻട്രൽ ജയിലുകൾ ഉണ്ടായിരുന്നു. 3 സെൻട്രൽ ജയിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു, മറ്റൊന്ന് വിയ്യൂരുണ്ടായിരുന്നു, അടുത്തത് എവിടെയാണ്? കണ്ണൂർ സെൻട്രൽ ജയിൽ. അങ്ങനെ 3 സെൻട്രൽ ജയിലുകളാണ് കേരളം രൂപീകരിച്ചപ്പോൾ നിലവിൽ അന്ന് ഉണ്ടായിരുന്നത്. അന്നത്തെ അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ജയിലും കൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അന്ന് രൂപീകരിച്ച സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? എന്തൊക്കെ ഉണ്ടായിരുന്നു? തിരുവനന്തപുരത്തും വിയ്യൂരും കണ്ണൂരും 3 സെൻട്രൽ ജയിലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിൽ ഉണ്ടായിരുന്നു കോഴിക്കോട്. എ ക്ലാസ് സബ് ജയിലുകൾ 9 എണ്ണം, പിന്നെ സാധാരണ സബ് ജയിലുകൾ 48 എണ്ണം. അതുപോലെ തന്നെ കേരള സെൻട്രൽ ജയിലിനോട് ചേർന്നൊരു ബോർസ്റ്റർ സ്കൂൾ. നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നിട്ടൊരു ബോർസ്റ്റർ സ്കൂൾ. അത് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പാളയംകോട്ടയിൽ നിന്നുള്ള അന്തേവാസികളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം അത്രയും കാര്യങ്ങൾ നോക്കാം. 1956 കേരളം രൂപീകൃതമായ സമയത്തുണ്ടായിരുന്ന 3 സെൻട്രൽ ജയിലുകൾ തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂരാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിൽ ഉണ്ടായിരുന്നു കോഴിക്കോട്. പിന്നെ എ ക്ലാസ് സബ് ജയിലുകൾ 1969 ഇത് ജില്ലാ ജയിലായിട്ട് മാറുന്നത്. അപ്പം കേരളം രൂപീകരിച്ച സമയത്ത് സ്പെഷ്യൽ സബ് ജയിലായിരുന്നു ഉണ്ടായിരുന്നത്. എ ക്ലാസ് സബ് ജയിൽ 9 എണ്ണം, സാധാരണ സബ് ജയിലുകൾ 48 എണ്ണം, അതുകൂടാതെ ഒരു ബോർസ്റ്റർ സ്കൂൾ. ഇത്രയും കാര്യങ്ങളായിരുന്നു അന്ന് ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജയിലുകൾ. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ പുതിയ ജയിലുകൾ വന്നു അല്ലേ? പുതിയ ജയിലുകൾ വന്ന വർഷങ്ങളും അത് ഏതൊക്കെ ജയിലുകളുമാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. പുതിയ ജയിലുകളിൽ 1962 കേരളത്തിൽ ആദ്യ തുറന്ന ജയിൽ, ഓപ്പൺ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ 1962 എവിടെ വരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ 1962 എവിടെ വരുന്നു? നെട്ടുകൽ തേരി, തിരുവനന്തപുരം ജില്ലയിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അത് ഒരു പോയിന്റ്. പിന്നീടുണ്ടായ ജയിൽ 2007, ഞാൻ വർഷത്തിൻ്റെ ഓർഡറിലല്ല ഞാനിത് എഴുതിയേക്കുന്നത്. നമ്മുടെ തുറന്ന ജയിലുകൾ 2 എണ്ണം വന്നത് ഏത് വർഷമാണ്, അത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വനിതാ ജയിൽ, അങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടാണ് എഴുതിക്കുന്നത്. ഓക്കെ. അപ്പം 2007 രണ്ടാമത്തെ തുറന്ന ജയിൽ വരികയാണ്. 2007 കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ വരുന്നത് ചീമേനിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ വരുന്നത്. എവിടെയാണ്? ചീമേനി. ആദ്യത്തെ നെട്ടുകൽ തേരിയാണ് തിരുവനന്തപുരം, രണ്ടാമത്തേത് എവിടെയാണ്? ചീമേനിയാണ്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് വനിതാ ജയിലുമായി ബന്ധപ്പെട്ടാണ്. 1990 ആദ്യ വനിതാ ജയിൽ വരുന്നു. എവിടെയാണ്? നെയ്യാറ്റിൻകര. കേരളത്തിൽ ആദ്യത്തെ വനിതാ ജയിൽ വരുന്നു 90. എവിടെയാണ്? നെയ്യാറ്റിൻകരയിൽ വരുന്നു. 2009 കണ്ണൂരും 2011 തൃശ്ശൂരും എന്ത് ചെയ്തിട്ടുണ്ട്? വനിതാ ജയിലുകൾ വന്നു. 2009 കണ്ണൂര്, 2011 തൃശ്ശൂർ എന്ത് വന്നിട്ടുണ്ട്? വനിതാ ജയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 62 1962 2007 എന്താണ്? ഓപ്പൺ ജയിലാണല്ലേ? ഓപ്പൺ ജയിലാണ് നമ്മൾ പഠിച്ചു. 90 എന്ത് ചെയ്യുന്നു? ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര വരുന്നു. 2009 ആദ്യത്തെ
വനിതാ ജയിൽ കണ്ണൂർ വരുന്നു. 2011 ആദ്യത്തെ വനിതാ ജയിൽ എവിടെ വരുന്നു? ആദ്യത്തെ അല്ല, വനിതാ ജയിൽ എന്ത് വരുന്നുണ്ട്? തൃശ്ശൂർ വരുന്നുണ്ട്. ആദ്യ വനിതാ ജയിൽ 90-ലാണ് കേട്ടോ. ആദ്യ വനിതാ ജയിൽ 90-ൽ നെയ്യാറ്റിൻകര, പിന്നീട് 2009 കണ്ണൂരും 2011 തൃശ്ശൂരും എന്ത് ചെയ്യുന്നുണ്ട്? വനിതാ ജയിൽ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്തത് 2013 ആയപ്പോഴത്തേക്കും ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ, ആദ്യത്തെ ഓപ്പൺ ജയിൽ വന്നത് എവിടെയാണ്? നെട്ടുകൽ തേരിയിലാണ്. അതുപോലെ തന്നെ 2013-ലാണ് ആദ്യ വനിതാ തുറന്ന ജയിൽ വരുന്നത് പൂജപ്പുരയിലാണ്. ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ പൂജപ്പുരയിൽ 2013 നിലവിൽ വരുന്നു. അതുപോലെ തന്നെ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ നമുക്കുണ്ട്. 2019 സ്ഥാപിച്ചിട്ടുള്ള ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രിസൺ അല്ലെങ്കിൽ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ എവിടെയാണ്? വിയ്യൂരിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. നമുക്കൊന്നും കൂടി നോക്കാം. പ്രധാനപ്പെട്ട ജയിലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ എവിടെ? 62-ൽ നെട്ടുകാൽ തേരിയിൽ വന്നു. 2007 രണ്ടാമത്തെ തുറന്ന ജയിൽ വരുന്നു ചീമേനി. ഓക്കെ ആണല്ലോ. ആദ്യ വനിതാ ജയിൽ വരുന്നു നെയ്യാറ്റിൻകര, വർഷം 90, 1990. 2009 2011 കണ്ണൂരും 2011 തൃശ്ശൂരും എന്ത് ചെയ്യുന്നുണ്ട്? വനിതാ ജയിലുകൾ നിലവിൽ വരുന്നു. ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ വരുന്നത് 2013-ലാണ്, പൂജപ്പുര. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ വരുന്നത് വിയ്യൂരാണ് 2019. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങളൊന്ന് നോക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് പ്രധാന ജയിലുകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ ജയിൽ എവിടെയൊക്കെ വന്നു, ഏതൊക്കെ വർഷം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. നമുക്കിനി ജയിൽ വകുപ്പുമായി ബന്ധപ്പെടുന്ന അവരുടെ പരിശീലനം, അവർക്ക് പരിഷ്കാരങ്ങൾ, കുറേ പരിഷ്കാരങ്ങളൊക്കെ നയപരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പരിശീലനവുമായി ബന്ധപ്പെട്ട് 1957 ഒരു ജയിൽ പരിശീലന സ്കൂൾ ആരംഭിച്ചു. എവിടെയാണെന്നറിയോ? പൂജപ്പുരയാണ്. പൂജപ്പുരയിൽ ഒരു പരിശീലന സ്കൂൾ ആരംഭിക്കുകയും 1988 അതിൻ്റെ പേര് മാറ്റുന്നു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ, സിക്ക എന്ന് പറയുന്ന പേര് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ. അങ്ങനെ ചെയ്ത സിക്കയുടെ എക്സ്റ്റൻഷൻ സെൻ്ററുകൾ തൃശ്ശൂരും കണ്ണൂരും 2010 ആരംഭിക്കുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ. 3 പോയിന്റുകളേ ഉള്ളൂ. ആ 3 പോയിന്റുകളായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. 57 എന്ത് ചെയ്യുന്നു? ഒരു ജയിൽ പരിശീലന സ്കൂൾ വരുന്നു. ആ സ്കൂളിൻ്റെ പേര് സിക്ക, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ, സിക്ക എന്ന പേരിലേക്ക് 1988 പുനർനാമകരണം ചെയ്യുന്നു. 2010 എന്ത് ചെയ്യുന്നു? സിക്കയ്ക്ക് കണ്ണൂരും തൃശ്ശൂരും എക്സ്റ്റൻഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം അത്രയും കാര്യങ്ങളെ പരിശീലനവും നയപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ 3-ാമത്തെയും 4-ാമത്തെയും പഞ്ചവത്സര പദ്ധതിയിലെ പറയുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജയിൽ വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ കെയർ ഹോമുകളുണ്ട്, ആഫ്റ്റർ ഹെയർ ഹോമുകളുണ്ട്, വികലാംഗർക്കായിട്ടുള്ള റെസ്ക്യൂ ഹോമുണ്ട്, റിമാൻഡ് ഹോമുകളുണ്ട്, പ്രൊബേഷൻ സർവീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജയിൽ വകുപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നീട് 1975 ഇത് സാമൂഹ്യക്ഷേമ വകുപ്പിലേക്ക് ഈ പറയുന്ന സാമൂഹിക സേവനങ്ങളൊക്കെ മാറ്റുകയാണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. അപ്പം അത്തരം പരിശീലനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. പിന്നീട് നമ്മൾ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ 1975 ജയിൽ വകുപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാമൂഹികക്ഷേമ സേവനങ്ങളൊക്കെ മാറ്റി എന്ത് ചെയ്യുന്നത്? സാമൂഹികക്ഷേമ വകുപ്പിലേക്ക് മാറ്റുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം അത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഭരണപരമായ എന്തൊക്കെ മാറ്റങ്ങളാണ് ജയിൽ വകുപ്പിൽ സംഭവിച്ചിട്ടില്ലേ നോക്കാം. 1953 ഒരു പ്രത്യേക ജയിൽ IG തസ്തിക ഉണ്ടാക്കുന്നുണ്ട്. 1953 ഒരു പ്രത്യേക ജയിൽ IG തസ്തിക വരുന്നു. അങ്ങനെ ആദ്യത്തെ ജയിൽ IG ആയിട്ട് AV ജോണിനെ നിയമിക്കുന്നു. ആദ്യത്തെ ജയിൽ IG ആയിട്ട് നിയമിച്ച വ്യക്തി ആരാണ്? AV ജോൺ ആണ്. ഒരു പ്രത്യേക IG തസ്തിക 1953 വരുന്നു. പിന്നീട് 1981 മേഖലാ സംവിധാനങ്ങൾ വരുന്നു. മേഖലാ തലത്തിൽ ദക്ഷിണ മേഖല, മധ്യമേഖല, ഉത്തരമേഖല, അങ്ങനെ 3 മേഖലാ തലത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നത് 1981 കോഴിക്കോടും തൃശ്ശൂരും AIG തസ്തിക ഓക്കെ, കോഴിക്കോടും തൃശ്ശൂരുമായിട്ട് AIG തസ്തിക എന്ത് ചെയ്തിട്ടുണ്ട്? തസ്തിക നിലവിൽ വരുന്നത് 81 കാലഘട്ടത്തിലാണ്.
ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അവിടെ ദക്ഷിണ മേഖലയുടെ ചുമതല ഉണ്ടായിരുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ്, ആസ്ഥാന കാര്യാലയത്തിലുള്ള ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസിനായിരുന്നു ഏതിൻ്റെ ചുമതല? ദക്ഷിണ മേഖലയുടെ ചുമതല. 2000 ആയപ്പോഴേക്കും 2000-ൽ ഈ പറയുന്ന AIG തസ്തിക എന്ത് ചെയ്യാണ്? AIG തസ്തിക മാറ്റി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിട്ട് ഉയർത്തുകയും ചെയ്തു. ഓക്കെ ആണല്ലോ? മേഖലാ സംവിധാനം ആരംഭിച്ചു. 53-ൽ ജയിൽ IG വരുന്നു, IG വരുന്നു, ജയിൽ IG 53-ൽ വരുന്നു. അതുപോലെ 81-ലായപ്പോഴത്തേക്കും AIG പോസ്റ്റിൽ ഒരു തസ്തിക വരുന്നു. പിന്നീട് 2000 ആയപ്പോഴേക്കും ഈ പറയുന്ന AIG തസ്തിക എന്ത് ചെയ്യാണ്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രിസൺസ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്ന തസ്തികയായിട്ട് ഉയർത്തുകയും ചെയ്യുന്നത് 2000-ലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭരണപരമായ മാറ്റങ്ങളിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത നമുക്ക് കുറച്ച് നിയമങ്ങൾ, ഏതൊക്കെ നിയമങ്ങൾ നമ്മുടെ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, പ്രിസൺസ് ആക്ട്, ഇന്ത്യൻ പ്രിസൺസ് ആക്ട് 1894 എന്താണ്? പ്രിസൺസ് ആക്ട്. അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചി പ്രിസൺസ് ആക്ട് 1950. ഇത് സംയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ വന്നത്, കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വന്നത് 26 ഓഗസ്റ്റ് 1958. 26/8/1958 എന്ത് നിലവിൽ വരികയാണ്? കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വരികയാണ്. ഇത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ട്രാവൻകൂർ കൊച്ചി പ്രിസൺസ് ആക്ടിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രിസൺസ് ആക്ട് 1894-ൻ്റെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വരുന്നത് 26/8/1958-ലാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അത് നോക്കി വെച്ചിരിക്കുക ആണല്ലോ. അതിനുശേഷം ഒരുപാട് നിയമങ്ങളുണ്ട്. നമുക്ക് ഈ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കണം. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് 2010 വരുന്നുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വീണ്ടും ഒരു നിയമം വരുന്നുണ്ട്. 2014 എന്ത് വരുന്നു? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് മാനേജ്മെൻറ്റ് റൂൾസ് 2014. അപ്പോൾ ഇത്രയും നിയമങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? നമ്മുടെ അറിവിലേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിസൺസ് റൂൾസ് എന്ന നിലവിൽ വരുന്നു. പിന്നെ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് 2010 ഉണ്ടായിരുന്നു. 14-ൽ ഇതിനെ 10-നെ അടിസ്ഥാനമാക്കിയാണ് ഈ പറയുന്ന 14-ലെ നിയമവും വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ജയിലുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജയിലിൻ്റെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് ജയിലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയാണ്? കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം പൂജപ്പുരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് എന്ത് ചെയ്യുന്നത്? ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഈ പറയുന്ന വകുപ്പിൻ്റെ തലവൻ, കേരള ജയിൽ വകുപ്പിൻ്റെ തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്, DG പ്രിസൺസ് ആണ് കേട്ടോ. DG പ്രിസൺസ്, DGP, അതിൽ DG എന്താണ്? പ്രിസൺസ് ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് എന്ത്? സംസ്ഥാന ജയിൽ വകുപ്പിൻ്റെ തലവനായിട്ട് വരുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്. എന്താണ്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ് DIG. എന്താണ്? പ്രിസൺസ് DIG ആണ് അദ്ദേഹത്തെ സഹായിക്കുന്നത്. DGP, അതായത് പ്രിസൺസിൻ്റെ ഡയറക്ടർ ജനറലെ സഹായിക്കുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ് ആണ്. പിന്നെ ദക്ഷിണ, മധ്യ, ഉത്തര മേഖലാ സംവിധാനങ്ങളുണ്ട്. ദക്ഷിണ, മധ്യ, ഉത്തര മേഖലയിലെ ഓരോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഓരോ ദക്ഷിണയിലും അതുപോലെ തന്നെ മധ്യ, ഉത്തര, ആ 3 മേഖലകളിലും എന്തുണ്ട്? ഓരോ മേഖലയ്ക്ക് ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ 3 ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ആദ്യം നമ്മൾ DG പ്രിസൺസ് ആണ്, ഡെപ്യൂട്ടി ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഉണ്ട്. മറ്റൊന്ന് ഉത്തര, മധ്യ, ദക്ഷിണ മേഖലകളിൽ എന്തുണ്ട്? ഓരോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസും ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആസ്ഥാന കാര്യങ്ങളെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്. ജയിൽ വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന, ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മേലോട്ടം വഹിക്കുന്ന വ്യക്തികളാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. മറ്റൊന്ന് സീനിയർ ഫിനാൻസ് ഓഫീസർ. ഫിനാൻസ് ആണല്ലേ, ധനകാര്യവുമായി ബന്ധപ്പെട്ടതാണ്. വകുപ്പിൻ്റെ ബജറ്റ്, ചെലവുകൾ, അക്കൗണ്ടുകൾ എന്നിവ ശ്രദ്ധിക്കുന്നത് സീനിയർ ഫിനാൻസ് ഓഫീസറാണ്. ഇതൊക്കെ നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, ജസ്റ്റ് അറിഞ്ഞു പോയാൽ മതി. അതുപോലെ മറ്റൊന്ന് പ്രോഗ്രാം ഓഫീസറാണ്.
വകുപ്പിൻ്റെ ആധുനികവൽക്കരണം, പദ്ധതികൾ, ഫണ്ടുകളുടെ ഫലപ്രദ ഉപയോഗം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? പ്രോഗ്രാം ഓഫീസറാണ്. അദ്ദേഹമാണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആര്? പ്രോഗ്രാം ഓഫീസർ. അപ്പം അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അവിടെ എന്തൊക്കെ മാറ്റം, ആധുനികവൽക്കരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട വ്യക്തിയാണ് ആര്? പ്രോഗ്രാം ഓഫീസർ. ക്ലിയർ ആണല്ലോ? അപ്പം ഒരു പ്രോഗ്രാം ഓഫീസർ ഉണ്ട് ജയിൽ വകുപ്പിൽ. ഇനിയും അതുകൂടാതെ അവരെ കൂടാതെ ആരൊക്കെയുണ്ട്? ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ട്, ചീഫ് വെൽഫെയർ ഓഫീസർ ഉണ്ട്. ചീഫ് വെൽഫെയർ ഓഫീസറിൻ്റെ പ്രധാന എന്താണ്? തടവുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ നമുക്ക് വാക്കിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, തെറ്റുതിരുത്തൽ പരിപാടികൾ എന്നിവ ഏകോപിപ്പിക്കുന്ന ആരാണ്? ചീഫ് വെൽഫെയർ ഓഫീസറാണ്. അപ്പം എന്താണ്? തടവുകാരുടെ വെൽഫെയർ, ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ തെറ്റുതിരുത്തൽ പ്രവർത്തനങ്ങൾ, പരിപാടികൾ, മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? ചീഫ് വെൽഫെയർ ഓഫീസറാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. മറ്റൊന്ന് ടെക്നിക്കൽ സെല്ലാണ്. വകുപ്പിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ സഹായിക്കുന്നത് ആരാണ്? ടെക്നിക്കൽ സെല്ലാണ്. ടെക്നിക്കൽ സെൽ സാങ്കേതികമായിട്ട് വകുപ്പിൻ്റെ കാര്യങ്ങളെയൊക്കെ സഹായിക്കുന്നത് ടെക്നിക്കൽ സെല്ലിലെ ഉദ്യോഗസ്ഥരാണ്. ഒരു സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂമുണ്ട്. 24/7 പ്രവർത്തനം നടത്തുന്ന ഒരു സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളുടെയും അടിയന്തര വിവരങ്ങൾ, സുരക്ഷാ റിപ്പോർട്ടുകൾ, കമ്മ്യൂണിക്കേഷൻ എന്നിവ ഏകോപിപ്പിക്കാനായിട്ടാണ് സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആസ്ഥാന കാര്യാലയത്തിൽ ഉള്ള പ്രധാന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂമുണ്ട്, ടെക്നിക്കൽ സെല്ലുണ്ട്, വെൽഫെയർ ഓഫീസർ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്, പ്രോഗ്രാം ഓഫീസർ ഉണ്ട്. ഇതിനെയൊക്കെ കൂടാതെ എന്തുണ്ട്? ജയിലിൻ്റെ തലവനായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് വരുന്നുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാനായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഉണ്ട്. അതുകൂടാതെ ദക്ഷിണ, മധ്യ, ഉത്തര മേഖലയിൽ എന്തുണ്ട്? ഓരോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജയിൽ ആസ്ഥാന കാര്യാലയവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ, അതിൽ പ്രധാനമാണ് ജയിൽ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? പൂജപ്പുരയിലാണ്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് ജയിൽ ആസ്ഥാന കാര്യാലയത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിലവിലെ കേരള ജയിൽ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകൾ, ഏതൊക്കെ ജയിലുകളാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സെൻട്രൽ ജയിലുകളെ കുറിച്ചാണ്. ആദ്യം ഉള്ള ജയിലുകൾ, ഒരു സെക്ഷൻ, ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് എന്നാണ്. സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ ഹോംസ് ആണ് ആദ്യത്തെ ജയിലെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ജയിലിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, 6 മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചവർ, കരുതൽ തടവുകാർ, സൈനിക വിചാരണയിൽ ശിക്ഷ കിട്ടിയിട്ടുള്ളവർ, സിവിൽ ശിക്ഷയ്ക്ക് വിധിച്ചവർ, സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന തടവുകാർ എന്നിവരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ്. അപ്പം സെൻട്രൽ ജയിലുകൾ നമുക്കറിയാം, സെൻട്രൽ ജയിലുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പം സെൻട്രൽ ജയിലുകളിൽ നമ്മൾ എങ്ങനെയുള്ള ആളുകളെയാണ് സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, 6 മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചവരാണെങ്കിൽ സെൻട്രൽ ജയിലിലാണ്. കരുതൽ തടവുകാരുണ്ട്, സൈനിക വിചാരണയിലൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ, അതുപോലെ തന്നെ സിവിൽ ശിക്ഷ വിധിച്ചവർ, മറ്റ് സുരക്ഷാ കാരണങ്ങളൊക്കെ നോക്കി മറ്റ് ജയിലിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന വ്യക്തികൾ. ഇത്തരം ആളുകളെ പാർപ്പിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തുള്ള ജയിലുകൾ, സബ് ജയിലുകൾ, ചെറിയ ചെറിയ ജയിലുകൾ ഉണ്ടാവും. അവിടെയൊക്കെ അല്ലെങ്കിൽ ജയിലുകൾ, ജില്ലാ ജയിലുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിലുകളിലുമൊക്കെ തിരക്കുണ്ട്. കുറേ അധികം ആളുകൾ തടവുകാരായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവുകാരെയും എവിടെ കൊണ്ടുവരുന്നുണ്ട്? ഈ പറയുന്ന സെൻട്രൽ പ്രിസൺസിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതും കൂടി ഒന്ന് നോക്കുക. അപ്പം 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചിട്ടുള്ള തടവുകാർ, കരുതൽ തടവ്, സൈനിക ശിക്ഷ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൻട്രൽ പ്രിസണിലാണ്. ഇവരെ കൂടാതെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജയിലിൽ കുറച്ച് ക്രൗഡ് ഉണ്ട്, കുറച്ച് ആൾക്കാർ കൂടുതലാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവുകാരെ എവിടെ കൊണ്ടുവരുന്നുണ്ട്? ഈ പറയുന്ന സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കാറുണ്ട്, പാർപ്പിക്കാറുണ്ട്. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? 4 എണ്ണം. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകൾ? 4 സെൻട്രൽ ജയിലുകളാണ്. 3 എണ്ണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? കണ്ണൂരെക്കുറിച്ച് പറഞ്ഞു, തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞു, വിയ്യൂരെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഒരെണ്ണം ബാക്കിയുള്ളത് തമനൂരാണ്, മലപ്പുറം ജില്ലയിലെ. ഒന്ന് പൂജപ്പുരയാണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ 1886 സ്ഥാപിച്ചത്. 1886 സ്ഥാപിച്ച
പൂജപ്പുര സെൻട്രൽ ജയിൽ. 1914 ഏത്? വിയ്യൂര്, തൃശ്ശൂർ ജില്ലയിലാണ് വിയ്യൂര് സെൻട്രൽ ജയിൽ. മറ്റൊന്ന് കണ്ണൂരാണ്. 1869 കേരളത്തിലെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും അതുപോലെ തന്നെ ആദ്യത്തെ സെൻട്രൽ ജയിലും ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഇത് പള്ളിക്കുന്നാണ് നിലവിലുള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നീട് 2022 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. തവനൂരാണ് ഏറ്റവും ഒടുവിൽ രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്. അപ്പം 4 സെൻട്രൽ ജയിലുകൾ: പൂജപ്പുര, വിയ്യൂര്, കണ്ണൂര്, തവനൂര്. ഓക്കെ ആണല്ലോ. പൂജപ്പുര തിരുവനന്തപുരം, വിയ്യൂര് തൃശ്ശൂര്, കണ്ണൂര് പള്ളിക്കുന്നാണ് സെൻട്രൽ ജയിൽ, തവനൂരാണ് മലപ്പുറത്ത്. 2022 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 2022 തവനൂര് സെൻട്രൽ ജയിൽ. ആ ഒരു പേരും വർഷവും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഏതൊക്കെ ജയിൽ ഏതൊക്കെ വർഷം രൂപീകരിച്ചിട്ടുള്ളതാണ്, സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കറക്ഷൻ ഹോം, അതായത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ജയിലാണ് സെൻട്രൽ ജയിലുകൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റാണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കുക. മറ്റൊന്ന് എന്താണ്? ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ, തുറന്ന ജയിലുകളെ കുറിച്ചാണ്. കേരളത്തിൽ തുറന്ന ജയിലുകൾ സ്ഥാപിച്ച വർഷമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് മതിലുകൾ ഇല്ലാത്തതും കുറഞ്ഞ സുരക്ഷയുള്ളതുമായ ജയിലുകൾ. ഓപ്പൺ ജയിലാണ്, മതിലുകളൊന്നുമില്ല, കുറച്ചുകൂടെ എന്താണ്, കുറഞ്ഞ സുരക്ഷയുള്ള ജയിലുകളാണ്. ശിക്ഷാ കാലാവധിയൊക്കെ അവസാനിച്ച് കുറച്ച് ആൾക്കാർ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കുറച്ച് പേര് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർപ്പിക്കുന്നുണ്ട്. സ്വയം അച്ചടക്കവും സാമൂഹ്യ ഉത്തരവാദിത്വവും ഉള്ളവ, നല്ല പെരുമാറ്റമുള്ള കുറ്റവാളികളെയാണ് അത്തരം സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. 3 തുറന്ന ജയിലുകളുണ്ട്. കറക്ഷൻ ഹോമുകൾ 3 തുറന്ന കറക്ഷൻ ജയിൽ, അതായത് തുറന്ന ജയിലും കറക്ഷൻ ഹോം എന്ന് പറയുന്ന 3 എണ്ണമാണ് നമുക്കുള്ളത്. അതിലൊന്ന് പൂജപ്പുരയാണ്, തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. അത് സ്ത്രീകൾക്കായിട്ടുള്ള തുറന്ന ജയിലാണ്. ബാക്കി 2 ജയിലുകൾ പുരുഷന്മാർക്കാണ്. നെട്ടുകാൽ തേരിയിലുള്ള ജയിലും ചീമേനിയിൽ കാസർഗോഡുള്ള ജയിലും എന്താണ്, തുറന്ന ജയിലും പുരുഷന്മാരുടേതാണ്. ബാക്കി ഒരെണ്ണമാണ് സ്ത്രീകളുടെ തുറന്ന ജയിൽ, അതെവിടെയാണ്? പൂജപ്പുരയിലാണ്. അപ്പോൾ അത് നോക്കണം കേട്ടോ. അപ്പം നെട്ടുകാൽ തേരിയിലും ചീമേനിയിലും എന്തുണ്ട്? പുരുഷന്മാർക്കായിട്ടുള്ള തുറന്ന ജയിലും പൂജപ്പുരയിലെ സ്ത്രീകൾക്കായിട്ടുള്ള ഒരു തുറന്ന ജയിലുമുണ്ട്, തുറന്ന ജയിലുകൾ. ഓക്കെ, അപ്പം അതൊന്ന് നോക്കി വെച്ചിരിക്കുക. എത്ര തുറന്ന ജയിലുകളുണ്ട്? 3 തുറന്ന ജയിലുകളുണ്ട്. അത് ഏതൊക്കെയാണ്, എവിടൊക്കെയാണ്? പൂജപ്പുര, നെട്ടുകൽ തേരി, ചീമേനി, അങ്ങനെ 3 തുറന്ന ജയിലുകൾ. മതിലുകളില്ലാത്തതും അതുപോലെ തന്നെ എന്താണ്, കുറഞ്ഞ സുരക്ഷയുള്ള ജയിലുകളാണ് തുറന്ന ജയിലുകൾ. ഇനിയുള്ളത് ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആണ്. എന്താണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ? എവിടെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിയ്യൂരാണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഉള്ളത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂരാണ്. 2019 ജൂലൈ മാസം 3 ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വിയ്യൂര് 2019 സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിലാണ്. ഏകദേശം 9 ഏക്കർ വിസ്തൃതിയിലുള്ളൊരു സ്ഥലത്ത് 192 സെല്ലുകളുണ്ട്. 192 സെല്ലുകൾ, അതിൽ 600 തടവുകാരെ പാർപ്പിക്കാൻ കഴിയുന്ന അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ നമ്മുടെ കേരളത്തിലുണ്ട്. അത് എവിടെയാണ്? വിയ്യൂരാണ്. 2019 ജൂലൈ മാസം 3 എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളത്. വിയ്യൂര് സെൻട്രൽ ജയിലുണ്ട്. വിയ്യൂര് തന്നെ എന്തുണ്ട്, ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഉണ്ട്. അതെവിടെയാണ്? വിയ്യൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെ? വിയ്യൂരാണ്. 2019 ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊന്ന് നോക്കുക. ഈ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറയുമ്പോൾ അവിടെ ഭീകരവാദികൾ, പ്രത്യേകം ശ്രദ്ധ വേണ്ട ശിക്ഷാ തടവുകാരുണ്ട്, ഉപദ്രവകാരികളായിട്ടുള്ള തടവുകാർ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ചധികം കുറച്ച് റിസ്കി പേഴ്സൺ ആയിട്ടുള്ള ആളുകളെയൊക്കെ അവിടെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെയുള്ള പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ബോഡി സ്കാനറുകളുണ്ട്, ബയോമെട്രിക് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സെല്ലിലും ക്യാമറ സംവിധാനങ്ങളുണ്ട്. ഈ പരസ്പരം കാണാത്ത വിധത്തിൽ ഒരു തടവുകാർ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാത്ത തരത്തിലുള്ള സെല്ലുകളൊക്കെയാണ്. എല്ലാ സെല്ലിലും CCTV, അതുപോലെ തന്നെ പരിസരങ്ങളിലും സെല്ലുകളിലും എല്ലാം CCTV നിരീക്ഷണത്തിലൊക്കെ ഉള്ള ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസൺ കേരളത്തിലുണ്ട്. അതെവിടെയാണ്? നമ്മുടെ വിയ്യൂരാണെന്ന് ആലോചിച്ച് നോക്കുക. 2019 ജൂലൈ മാസമാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഹൈ സെക്യൂരിറ്റി പ്രിസൺ. തുറന്ന ജയിൽ കണ്ടു, സെൻട്രൽ ജയിൽ കണ്ടു, ഹൈ സെക്യൂരിറ്റി പ്രിസൺ കണ്ടു. ഇനിയുള്ളത് എന്താണ്? വുമൺ പ്രിസൺസ് ആണ്. വനിതാ ജയിൽ ആൻഡ് കറക്ഷൻ ഹോമുകൾ എവിടെയാണ്? കാലാവധി പരിഗണിക്കാതെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന വനിതാ കുറ്റവാളികളെയും എല്ലാ റിമാൻഡ് വിചാരണ തടവുകാരെയും വനിതാ തടവുകാരെയും പാർപ്പിക്കുന്ന ജയിൽ.
അപ്പം കാലാവധി ഒന്നും നോക്കുന്നില്ല. വനിതാ തടവുകാർ, അത് റിമാൻഡ് പ്രതികളായാലും വിചാരണയായാലും എന്താണ്, റിമാൻഡായാലും വിചാരണയായാലും വനിതാ തടവുകാരായിട്ട് വരുന്ന ആൾക്കാരെ പാർപ്പിക്കാനാണ് വനിതാ ജയിലുകളിലുള്ളത്. കേരളത്തിൽ 3 വനിതാ ജയിലുകളാണ്. ഒന്ന് തിരുവനന്തപുരത്തും, മറ്റൊന്ന് വിയ്യൂര്, മറ്റൊന്ന് കണ്ണൂര്. തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂര്, ഇങ്ങനെ 3 ഇടത്താണ് എന്തുള്ളത്, വനിതാ ജയിലുകളുള്ളത്. ഓക്കെ ആണല്ലോ. വനിതാ ജയിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, കാലാവധി ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. വനിതാ തടവുകാരാണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, വനിതാ ജയിലിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്തുണ്ട്, കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്, വിയ്യൂരുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ജില്ലാ ജയിലുകൾ. 13 ജില്ലാ ജയിലുകളാണ് നിലവിലുള്ളത്. എത്ര ജില്ലാ ജയിലുകൾ? 13 ജില്ലാ ജയിലുകൾ. 6 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ റിമാൻഡ് വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലം. 6 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവുകാരെയൊക്കെ ഇവിടെ പാർപ്പിക്കുന്നുണ്ട്, ജില്ലാ ജയിലിൽ പാർപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ 13 ജില്ലാ ജയിലുകളുണ്ട്. ഈ ജില്ലാ ജയിലുകൾ ഞാൻ 3ആയിട്ട് നമ്മൾ തിരിക്കാം. സൗത്ത്, സെൻട്രൽ, നോർത്ത്. എന്താണ്, ദക്ഷിണ, മധ്യ, ഉത്തര മേഖലകളിൽ. ദക്ഷിണ മേഖലയിൽ തിരുവനന്തപുരത്തുണ്ട്, പൂജപ്പുരയിൽ. കൊല്ലത്ത് ജില്ലാ ജയിലുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴ. ഇത് ദക്ഷിണ മേഖലയിൽ വരും. മധ്യമേഖലയിലേക്ക് വരുമ്പോൾ കോട്ടയം, ഇടുക്കി മുട്ടത്താണ്, എറണാകുളം, തൃശ്ശൂർ, വിയ്യൂർ തന്നെയാണ് തൃശ്ശൂരിലെ ജില്ലാ ജയിലും വരുന്നത്. ഇനി നോർത്ത് സോണിലേക്ക് വരുമ്പോൾ പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. മലമ്പുഴയാണ് പാലക്കാടിലെ ജില്ലാ ജയിൽ വരുന്നത്. വയനാട് ജില്ലാ വരുന്നത് മാനന്തവാടിയിലാണ്. കാസർഗോഡ് ഹോസ്ദുർഗിലാണ് കേട്ടോ. ഓക്കെ, അപ്പം 13 ജില്ലാ ജയിലുകൾ. 6 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ റിമാൻഡ് വിചാരണ തടവുകാരെ എവിടെ പാർപ്പിക്കും? ജില്ലാ ജയിലിൽ പാർപ്പിക്കും. 13 ജില്ലാ ജയിലുകളുണ്ട്. നോർത്ത്, സൗത്ത്, അതുപോലെ തന്നെ സെൻട്രൽ സോൺ. സൗത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. സെൻട്രൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂരാണ്. മറ്റൊന്ന് പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയുമാണ് എന്ത് വരുന്നത്, നോർത്ത് സോണിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇനി നമുക്ക് ബോർസ്റ്റർ സ്കൂളിനെ കുറിച്ച് നോക്കാം. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതാണ് എന്ത്, ബോർസ്റ്റർ സ്കൂളുകൾ. ക്ലിയർ ആണല്ലോ. 18-നും 20-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ഇത്, ബോർസ്റ്റർ സ്കൂളുകൾ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃക്കാക്കരയാണ്. എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കണ്ണൂരിൽ ഒരു ബോർസ്റ്റർ സ്കൂൾ ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബോർസ്റ്റർ സ്കൂളാണ് ശരിക്കും 5/8/95 എവിടേക്ക് മാറ്റുന്നത്? തൃക്കാക്കര, എറണാകുളം ജില്ലയിലേക്ക് മാറ്റുന്നത്. കേരളത്തിലെ ഏക ബോർസ്റ്റർ സ്കൂൾ ഏതാണ്? തൃക്കാക്കരയാണ്, എറണാകുളം ജില്ലയിലാണ്. ക്ലിയർ ആണല്ലോ. 18-നും 20-നും ഇടയിൽ പ്രായമുള്ള കുറ്റവാളികളെ, ചെറിയ പ്രായത്തിലുള്ള കുറ്റവാളികളെയൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ബോർസ്റ്റർ സ്കൂളുകൾ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃക്കാക്കരയാണ്, എറണാകുളം ജില്ലയിൽ. 95 മുതലാണ്, 5/8/95 തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, എറണാകുളത്ത് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് ബോർസ്റ്റർ സ്കൂളുകളുമായി സംബന്ധിക്കുന്ന കാര്യം. ഇനി അടുത്തത് പ്രത്യേക സബ് ജയിലുകൾ. സ്പെഷ്യൽ സബ് ജയിലുകൾ എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. കേരളത്തിൽ 16 സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്. അതിൽ എന്താണ്, 3 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, 3 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, അതുപോലെ റിമാൻഡ് വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്, പ്രത്യേക സബ് ജയിലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. 16 പ്രത്യേക സബ് ജയിലുകളുണ്ട്. അപ്പോൾ അത് അവിടെയും ഞാൻ സൗത്ത് സോണ്, സെൻട്രൽ സോണ്, അതുപോലെ തന്നെ നോർത്ത് സോൺ എന്ന് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേക സബ് ജയിലുണ്ട്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര. സൗത്ത് സോണിൽ 4 എണ്ണമാണ്. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര. എവിടെയാണ്? സൗത്ത് സോണിലാണ്. സെൻട്രൽ സോണിലേക്ക് വരുമ്പോൾ പൊൻകുന്നം, ദേവികുളം, ഇരിങ്ങാലക്കുട, മൂവാറ്റുപുഴ. പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിങ്ങാലക്കുട. ഇത്രയും ഭാഗത്ത് എന്തുണ്ട്? പ്രത്യേക സബ് ജയിലുകളുണ്ട്. നോർത്തിലേക്ക് ചെല്ലുമ്പോൾ ചിറ്റൂര്, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ്. ഇത്രയും നോർത്ത് സോണിൽ കുറച്ചേറെ ഉണ്ട് അല്ലേ. അപ്പോൾ നോർത്ത് സോണിൽ ഏതൊക്കെയുണ്ട്? ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ്. ഇത്രയും പ്രത്യേക സബ് ജയിലുകൾ എവിടെയുണ്ട്? നോർത്ത് സോണിലുണ്ട്. സെൻട്രൽ സോണിൽ വരുമ്പോൾ പൊൻകുന്നം, ദേവികുളം, ഇരിങ്ങാലക്കുട, മൂവാറ്റുപുഴ. സൗത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര. അപ്പം എന്താണ് പ്രത്യേക സബ് ജയിലുകളുടെ പ്രത്യേകത? 3 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത്തരം ആളുകളെ, അതുകൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെ എവിടെ നിർത്തുന്നുണ്ട്? നമ്മുടെ സ്പെഷ്യൽ സബ് ജയിലുകളിൽ പാർപ്പിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. എത്ര എണ്ണമുണ്ട്? 16 എണ്ണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സബ് ജയിലുകൾ. കേരളത്തിൽ 16 സബ് ജയിലുകളാണുള്ളത്. പ്രത്യേക സബ് ജയിലുകൾ 16 എണ്ണം, സബ് ജയിലുകൾ അതുപോലെ തന്നെ 16 എണ്ണം. സബ് ജയിലുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ?
1 മാസത്തിൽ കുറയാത്ത തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, ഒരു മാസം വരെ തടവിനൊക്കെ ശിക്ഷിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ വിചാരണ അല്ലെങ്കിൽ റിമാൻഡ് പ്രതികളെയും ഒക്കെ വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിലുകൾ എന്ന് പറയുന്നത്. അപ്പം സബ് ജയിലുകളിൽ എങ്ങനെയാണ് 16 എണ്ണമുണ്ട്, 1 മാസത്തിൽ കുറയാത്ത. പ്രത്യേക സബ് ജയിലാണെങ്കിൽ 3 മാസത്തിൽ കുറയാത്ത. അപ്പം അത് നോക്കിയേ ചെയ്യാം. 3 മാസം വരെ ആണെങ്കിൽ അത് പ്രത്യേക സബ് ജയിലുകൾ, 1 മാസം വരെ ആണെങ്കിൽ അതെന്താണ് സബ് ജയിലിലേക്കാണ് പോകുന്നത്. 16 എണ്ണം സൗത്ത് സോണിൽ ആറ്റിങ്ങലാണുള്ളത്. സൗത്ത് സോണിൽ വരുമ്പോൾ ആറ്റിങ്ങലാണ് ഒരു സബ് ജയിലുള്ളത്. ഇനി സെൻട്രൽ സോണിലേക്ക് പോകുമ്പോൾ മീനച്ചിൽ, പീരുമേട്, മട്ടാഞ്ചേരി, എറണാകുളം, ആലുവ സബ് ജയില്, ചാവക്കാട്, വിയ്യൂര്. എവിടെയാണ്? സെൻട്രലിലേക്ക് വരുമ്പോൾ ഇത്രയും സബ് ജയിലുകളുണ്ട്. നോർത്തിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെയുണ്ട്? ആലത്തൂര്, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. നിങ്ങൾ ഈ പേരുകളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഏതൊക്കെ സബ് ജയിലുകളാണ് എന്നുള്ളത്, എവിടെയൊക്കെയാണ് സബ് ജയിലുകൾ ഉള്ളത് എന്നുള്ള ഒരു പേര് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം സൗത്ത്, സെൻട്രൽ, നോർത്ത് അങ്ങനെ എത്രയാണ്? മൊത്തം 16 സബ് ജയിലുകളാണ് എവിടെയുള്ളത്? നമുക്ക് കേരളത്തിലുള്ളത്. ഓക്കെ, അപ്പം സബ് ജയിലുകൾ 16 എണ്ണം. പ്രത്യേക സബ് ജയിലുകൾ എത്ര എണ്ണം നമ്മൾ പഠിച്ചു? പ്രത്യേക സബ് ജയിലുകൾ 16 എണ്ണം പഠിച്ചു. ജില്ലാ ജയിലുകൾ എത്രയായിരുന്നു? 13 ജില്ലാ ജയിലുകളാണുള്ളത്. ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഒരെണ്ണേ ഉള്ളൂ കേരളത്തിൽ. ബോയ്സ് സ്കൂൾ തൃക്കാക്കര ഒരെണ്ണമാണുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ജയിൽ 4 എണ്ണം. തുറന്ന ജയിൽ എത്ര എണ്ണം ഉണ്ട്? തുറന്ന ജയിൽ 3 എണ്ണം. വനിതാ ജയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ ജയിലുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? നമ്മൾ ചരിത്രം, കേരളത്തിൻ്റെ ജയിൽ വകുപ്പുമായി ബന്ധപ്പെടുന്ന ചരിത്രം ആരംഭിക്കുന്നത് കേരളം രൂപീകൃതമായതിനു ശേഷമാണ്. അതിന് തൊട്ട് മുന്നുള്ള തിരുവിതാംകൂറിനെ കുറിച്ചും കൊച്ചിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ബ്രിട്ടീഷ് മലബാറിനെ കുറിച്ചും നോക്കി. പിന്നീട് നമ്മൾ ജയിൽ വകുപ്പിലേക്ക് വന്നപ്പോൾ ജയിൽ വകുപ്പുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാന കാര്യാലയത്തെക്കുറിച്ച്, അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥരെ കുറിച്ച് നോക്കി. പിന്നീട് നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്ത് വരുന്ന നിയമങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതല്ലാതെ ആ നിയമങ്ങളാണ് ഇനിയായിട്ടുള്ള വരുന്ന ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ഒരു ക്ലാസ് എന്ന നിലയിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കാനുള്ള ജയിൽ വകുപ്പുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.